ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മളിതാ ഈ ഇടിയപ്പം പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ മമ്മിയാണ്. സോ മമ്മിക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് വേണം ഇനി ട്രൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പേരാണ് ഉണ്ടയും കളിയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടിയപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ അരിപ്പൊടി നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ആദ്യം ഞാൻ അരിപ്പൊടി എടുക്കട്ടെ. അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ആ ഉപ്പ് ഈ പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ പൊടിയിലേക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ ഒരു പാകത്തിന് ഇങ്ങനെ കുഴച്ച് വെക്കണം. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, മീൻവൈൽ നമ്മൾ അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ എടുത്തിട്ട് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒരു പാലല്ല, തേങ്ങാപ്പാലാണ് നമ്മൾ എടുക്കേണ്ടത്. സോ അതിന് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാൻ. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഇത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് പാലെടുക്കാം. അങ്ങനെ നമ്മളിത് അരിച്ചെടുക്കുകയാണ്. സോ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കുറേ കിട്ടുന്നത്. അല്ലാതെ വരും നമ്മൾ സാധാരണ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയല്ല, നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഇങ്ങനെ പാലെടുക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മൾ തിളപ്പിക്കണം. ഇത് തിളപ്പിക്കുമ്പോഴാണ് നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പാല് ഇത് മാറ്റി വെച്ച് ഇനി ഈ സംഭവം നമ്മൾ കളയരുത്. ഇതുകൊണ്ടും യൂസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇത് നമ്മളെടുത്ത് നമ്മൾ ആ മിക്സ് ചെയ്തിരിക്കുന്ന മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴക്കണം. സോ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഈ തേങ്ങാപ്പീര, അതായത് അരച്ച് കഴിയുമ്പോൾ അതിൻ്റെ റെസിഡ്യൂ, ആ സംഭവം നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിളല്ലേ? തേങ്ങാപ്പാലിലേക്ക് നമ്മളൊരു 3 സ്പൂണ് പഞ്ചസാര ഇടാം കേട്ടോ. പിന്നെ പഞ്ചസാര യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ചെറിയ മധുരപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ദേ വോണ്ട് ലിറ്റിൽ സ്വീറ്റ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്കും ആ ഒരു ബോൾസിന് ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുഴച്ച് ഇനി ഇത് ചെറിയ ഉണ്ടയാക്കിയിട്ട് അത് തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടണം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ബാക്കി ഏലക്ക നമ്മൾ ആ തേങ്ങാപ്പാലിനകത്താണ് ഇടുന്നത്. കുറച്ച് ഇടാം. ഇനി ഇത് നമ്മൾ തിളപ്പിക്കണം. ഇങ്ങനെ ചെറിയ ബോൾസാക്കി ഇത് നമ്മൾ ജസ്റ്റ് ഇത് ചെയ്താൽ മതി. നമ്മളിതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മളതൊന്ന് തിളച്ച് കഴിയുമ്പം ഇത് അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് കറക്കണം. അപ്പോൾ കുറച്ചും കൂടെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ നമുക്കിനി ആ തേങ്ങാപ്പാലൊന്ന് തിളപ്പിക്കാൻ പറ്റും. മീൻവൈൽ ഇതിങ്ങനെ നമുക്ക് ചെറുതായിട്ടിങ്ങനെ ബോൾസാക്കി വെക്കാം. ഓക്കെ, തേങ്ങാപ്പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തിളച്ച പാലിലേക്ക് നമ്മൾ ഈ ഒരു ചെറിയ ബോൾസ് ഇടാൻ പോവാണ്. പതുക്കെ ഇടാം, സ്ലോലി. എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മാവ് നമ്മൾ മാറ്റി വെക്കണം. ചീനിച്ചട്ടി കാണിക്കാതെ എന്താ ചീനിച്ചട്ടി സൂപ്പറാണ്. അമ്മയ്ക്ക് എൻ്റെ ചീനിച്ചട്ടി ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ പറയുന്നത് ഓരോരുത്തരിടുന്നത് എന്ത് സൂപ്പർ ചീനിച്ചട്ടി കോക്കറീസ് ആണ്. സാരമില്ല, നമ്മുടെ വ്യൂവേഴ്സ് ഇതെല്ലാം കണ്ട് പഴകിയതാണ്. ഈ ഒരു ചീനിച്ചട്ടിയും എൻ്റെ അയൺ ഗ്യാസിൻ്റെ മറ്റേ പാനും ഒക്കെ. അപ്പോൾ ഏകദേശം എല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറച്ച് ബാക്കിയുള്ള സംഭവം നമുക്ക് ഒരു ഇച്ചിരി പാലെടുത്ത് ഒഴിച്ചിട്ട് അത് കലക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഓഫ് വാട്ടർ ഇതിലൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ല നന്നൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ ഉണ്ടയും കളി ഇതാ വെന്തുകൊണ്ടിരിക്കുന്നു. ഒരു 15 മിനിറ്റ്സ് മതി ഇതൊന്ന് വേവാൻ. അപ്പം ആ ഒരു ബോൾസ് കട്ടിയായല്ലോ, നമുക്കൊന്ന് എടുത്തിട്ട് നോക്കാവുന്നതാണ്. പെട്ടെന്നാവും. സോ നമ്മൾ നന്നായി കലക്കി ഇനി ഇതെന്തായാലും ഒഴിക്കട്ടെ. ഇപ്പോൾ വേണ്ട, ഇച്ചിരി കഷ്ണം ഇത്. സോ ഇത് വെന്തതിന് ശേഷം വേണം ഈ ഒരു
വാട്ടർ അതിലേക്ക് ഒഴിക്കാൻ. സോ ഇത് റെഡിയായി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ഇത് എവിടെ നിന്നാണ് പഠിച്ചത്, എങ്ങനെയാണെന്ന്. ബിക്കോസ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ മമ്മിയെ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ ചെറുതിലേ തന്നെ ഉള്ള ഒരു സംഭവമാണ് ഈ ഉണ്ടയും കളിയും. അപ്പോൾ മമ്മിയുടെ സിസ്റ്റർ ഇൻ ലോയുടെ വീട്ടിൽ നിന്നാണ് ഇത് ആദ്യമായി പഠിച്ചതെന്ന്. അപ്പോൾ അവിടെ ഇത് അവർ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ പഠിച്ചതാണ് സംഭവം. അപ്പം എന്തായാലും ഞാനും ഇപ്പോൾ ഇത് പഠിച്ചു. ഇറ്റ് ഇസ് വെരി ഈസി റെസിപ്പി. അപ്പം അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ടയും കളിയും അതെ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് ഒന്നും കൂടെ തിളക്കട്ടെ. കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ? ഉരക്കട്ടയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. സോ ഇതിനാണ് നമ്മൾ ഉണ്ടയും കളിയും എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ കുറുക്കൻ ഉണ്ടയും കുറുക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക? ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഇതൊരു പുതിയ റെസിപ്പിയാണ്. അപ്പം ഇനി ഇത് നമ്മൾ ചൂടോടെ കഴിക്കണം. അപ്പം വീണ്ടും അടുത്തൊരു സൂപ്പർ വിഭവമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.